അപ്പൊ സാർ ഈ പറയുന്ന കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ തൊപ്പിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നേ ഇല്ലല്ലോ. ഈ മമ്മു ഗ്യാങ്ങിൽ വരുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല. അതേ കാര്യം തന്നെ ഡെപ്യൂട്ടി CP ആയിട്ട് സംസാരിച്ച സമയത്ത് റിട്ടേൺ പരാതി കൊടുത്തു. ഈ ഒരു കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി എന്നുള്ള ഒരു വിഷയം നമ്മളിപ്പോൾ കണ്ടത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരം പ്രകാരം 1.5 കോടി നിഹാദിന് വരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നു. അതിലൊരു പങ്ക് ഇവർ ചോദിക്കുന്നു. കാരണം ഈ ഗ്യാങ്ങിനെ ഇത്രയും ക്ലോഷർ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റ് ഗ്യാങ്ങിലും മറ്റാളുകൾ ഈ മമ്മു ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നപ്പോഴാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തങ്ങൾക്ക് ഈ 1.5 കോടിയുടെ ഒരു ഭാഗം വേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ഇവരിതിനൊക്കെ തെളിവുകൾ എടുത്തു വെച്ചു. അതിന്റെ ഈ ഗഞ്ചയുടെ വിഷ്വൽ ആണെങ്കിൽ ഇവർ പറയുന്ന ഗേൾഫ്രണ്ടിന്റെ കൂടെ ഉള്ള വിഷ്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇയാൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പുറകിൽ നിന്നെടുത്തിട്ടുള്ള സ്പൈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ അങ്ങനെ ഒരു അറിവുണ്ട്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്നുള്ളൊരു ചിന്ത ഇവരിൽ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഈ ഗ്യാങ് തല്ലിപ്പിരിഞ്ഞത് തന്നെ 1.5 കോടി രൂപയുടെ ഒരു ഡീല് തൊപ്പിയുമായി നടന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലുണ്ട്. വലിയൊരു സാമ്പത്തികം വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വാറും നടക്കുന്നത്. അത് ഇവരുടെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത് വെളിപ്പെടുത്തിയത്. ഈ 1.5 കോടി രൂപ തൊപ്പിക്ക് കിട്ടുന്നു. ഈ മമ്മു എന്ന് പറയുന്ന ആളുടെ വീടിന്റെ വിഷ്വൽസ് ഒക്കെ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്കുള്ള ഒരു മെയിൻ്റനൻസിലുള്ള ഒരു 2000 രൂപയായിട്ട് ചോദിച്ചപ്പോൾ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയാം. ഞങ്ങളെ അടിമകളെ പോലെയാണ് ആ ചുമരുകൾക്കുള്ളിൽ കാണുന്നത്. ഒരു ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് ലേബർ അവിടെ നടക്കുന്നുണ്ട്. അതായത് ചെയ്യണം എന്നുള്ളത് ഫിസിക്കൽ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. ഇവരുടെ വെളിപ്പെടുത്തൽ, പോലീസിന്റെ കണ്ടെത്തൽ, നാർക്കോട്ടിക് കേസ് ഓൾറെഡി ഉള്ള ബുക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിന്റെ വിപണനം 1.5 കോടിയൊക്കെ ഒരു നാർക്കോട്ടിക് ബിസിനസ്സിൽ വരിക എന്നുള്ളത് വളരെ ചെറിയ കാര്യമാണ്. ഈവൻ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി പോലും വേണ്ട MDMA ഒന്നും 1.5 കോടി ആവാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം തൊപ്പിയെ ബുക്ക് ചെയ്തപ്പോൾ അതിലൊരു വാഹനമൊക്കെ തൊപ്പിക്ക് നഷ്ടപ്പെട്ടു. നാർക്കോട്ടിക് കേസാണ്. അതിൽ ഒരു ഡ്രൈവർ ആണ് അത് ഉപയോഗിച്ചതെന്നോ അല്ലെങ്കിൽ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് തൊപ്പി അതിൽ നിന്ന് ഒഴിവായിപ്പോയത്. ഒരു ഇന്നോവ പോലുള്ള വാഹനമൊക്കെ അങ്ങ് പോട്ടെ എന്നൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് എത്തിയത് ഈ ലൈവ് സ്ട്രീമിംഗ് കൊണ്ടല്ല എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കും. ഗ്രേവ് ആയിട്ടുള്ള വളരെ കൊഗ്നിസിബിൾ ആയിട്ടുള്ള ക്രിമിനൽ ആക്ട് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ 4 ചുമരുകൾക്കുള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ തന്നെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് MDMAയുടെയും ഗഞ്ചയുടെയും മെത്താഫെറ്റാമിൻ്റെയും ഒരു ഡീലറായി ഈ ഒരു പബ്ലിക് ഈ ഒരു ഗ്യാങ്ങുമായിട്ട് അല്ലെങ്കിൽ ഈ ഫോളോവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. ചെറിയ കുട്ടികളെ മുൻനിർത്തിയാണ് പുള്ളിയുടെ കുറേ കോപ്രായങ്ങൾ. അതായത് അത് അനുകരിക്കുന്നുമുണ്ട്. വെർച്വൽ വേൾഡിൽ നിന്ന് പുള്ളി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പൊതുജനം ഇനിയെങ്കിലും ഒരു പരിധിവരെയെങ്കിലും ഇതിലൂടെ അറിയട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമാണ് പ്രധാനമായിട്ട് എനിക്കുള്ളത്. മൈനസ് ആയിട്ടുള്ള ആളുകളെടുത്ത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ, അത് അമ്മയാവട്ടെ, ഉമ്മയാവട്ടെ, പെങ്ങളാവട്ടെ, മുത്തശ്ശിയാവട്ടെ, അവരുടെ ന്യൂഡ് വിഷ്വൽസ്, ഇവൻ കുളിക്കുമ്പോഴുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള വിഷ്വൽസ്, അത്തരത്തിലുള്ള വിഷ്വൽസ് എടുത്തിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അതിന് ഇവർക്ക് പണമുണ്ട്, പേയ്മെൻ്റ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിലും വരും. നിങ്ങളുടെ പെങ്ങളെ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ കൊടുക്കുക. 18 വയസ്സായ ആളുകൾ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം അവരുടെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് ഇവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഉള്ള ജനറേഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തൊപ്പിയെ പോലെ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട്. തൊപ്പി നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നുണ്ട്. മെത്താഫെറ്റാമിൻ ആണ് ഇദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് എന്നാണ് പറയുന്നത്. പുള്ളിയുടെ വിഷ്വൽ കാണിച്ചുകൊണ്ട്, ലൈവ് സ്ട്രീമിങ്ങിൽ കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പുള്ളി സ്ഥിരം ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ മതം ഇതിനുള്ളിലേക്ക് കൊണ്ടുവരും. നമ്മുടെ സമൂഹത്തെ പഠിച്ച ഒരാൾ എന്ന് വേണം നമുക്ക് തൊപ്പിയെ മനസ്സിലാക്കാൻ. ഈ തൊപ്പിയെ നാളെ തന്നെ ജയിലിലടച്ച് തിരിച്ചിറങ്ങുമ്പോൾ തൊപ്പി ഏതെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് പുറത്തു വരും എന്നുള്ളതൊന്നും, അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടെയുള്ള ആളുകൾ വരുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ജയിലിൽ പോയി വരുന്ന ഒരു സമയത്തേക്ക് ചിലവാകുന്നത് ഇവർ ഈ അനധികൃതമായിട്ട് സമ്പാദിച്ചതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ വേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിവാദം, അതിനെതിരെ ശക്തമായ ചർച്ചകൾ, വിമർശനങ്ങൾ, പിന്തുണകൾ. എന്നാൽ അതിൽ ഒരാൾ മാത്രം നിയമത്തിന്റെ പാത പിന്തുടർന്നു. അതെ, തൊപ്പിക്കും ഗ്യാങ്ങിനുമെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സർ, വെൽക്കം. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ സാറിന്റെ ഈ ഒരു ശ്രദ്ധ ഈ ഒരു ഗ്യാങ് വാറിനെതിരെ വന്നത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? അത് ബാക്ക് ടു 2022. ഇപ്പോഴല്ല, അന്ന് തൊപ്പിയെ വളരെ ചുരുക്കം ചില ആളുകൾക്കേ അറിയുള്ളായിരുന്നു. അന്ന് ഞാൻ ഡൽഹിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ സജീവമായിരിക്കുന്ന സമയമാണ്.
കുറച്ച് ആളുകൾ ഇൻബോക്സിലേക്ക് 1-2 വീഡിയോസ് അയച്ചു. അതായത് വീഡിയോസിൽ കാണുന്നത് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ യൂണിഫോമിൽ മലപ്പുറത്തൊരു സിറ്റിയിൽ അവർ തമ്പടിച്ചിരിക്കുന്നു. അവർ പിന്നെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ആർക്കോ അപ്ലോസ് ചെയ്യുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഒരു കൂട്ടം ആളുകൾ, മറ്റേ ട്രാഫിക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഇതിനെതിരെ പരാതി കൊടുക്കണം, ഇങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ 2-3 വീഡിയോ ഞാൻ കണ്ടപ്പോഴും ഞാൻ ആ നമ്മുടെ ഒരു സ്റ്റേജിലേക്കായിരിക്കുമല്ലോ നമ്മുടെ ശ്രദ്ധ പോവുക. ദുൽഖർ സൽമാനോ സണ്ണി ലിയോണോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളത്. സ്വാഭാവികമായിട്ട് അത് നോക്കുമ്പോൾ അത്തരത്തിൽ ഫെമിലിയർ ഫേസ്, എനിക്കറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. പാരലൽ വേൾഡിലെ പിള്ളേർക്കൊക്കെ അന്നും അറിയാമായിരുന്നു, ഫെമിലിയർ ഫേസസ് ഒന്നുമില്ല. പക്ഷെ എല്ലാവരും ആർപ്പ് വിളിക്കുന്നുണ്ട്, ഒരാൾ മൈക്ക് എടുത്ത് സംസാരിക്കുകയുണ്ട്. ഒരു അട്രാക്ഷൻ ഉണ്ട് പുള്ളിയിൽ, അതായത് പുള്ളിയുടെ മുടിയൊക്കെ പ്രത്യേക ഹെയർ സ്റ്റൈലൊക്കെ പ്രത്യേക സ്റ്റൈലിലാക്കി വെച്ചിട്ട് അങ്ങനെ ഒരാളുണ്ട്. എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഒരു ഗ്രാജുവലി ഈ പറയുന്ന ഫേസ്ബുക്ക് ഫീഡിൽ വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു തൊപ്പി എന്ന നിഹാദാണ് വന്നിരിക്കുന്നത്, ക്രൗഡ് പുള്ളറാണ്, ഓൺലൈൻ സ്ട്രീമറാണ്, ഗെയിമറാണ്. പുള്ളി വന്ന ഘട്ടത്തിൽ പിന്നെ ആളുകൾ തടിച്ചുകൂടി. വീട്ടിൽ പോലും പറയാതെയാണ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ളത്. ടീനേജേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പറയുന്ന ഓൺലൈൻ മീഡിയകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ ആണ് പുള്ളി അവിടെ നിന്ന് പബ്ലിക്കായിട്ട് പുള്ളിയുടെ ഒരു പാട്ട്, പുള്ളിയുടെ അതായത് ചെറിയ കുട്ടികളെ മുൻനിർത്തിയാണ് പുള്ളിയുടെ ഒരു അശ്ലീലം നിറഞ്ഞ ഒരു പാട്ട്, പുള്ളിയുടെ കുറേ കോപ്രായങ്ങൾ, അതായത് അത് അനുകരിക്കുന്നുമുണ്ട് ഈ കുട്ടികൾ. അപ്പോൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് അപ്പോഴാണ് പുള്ളിയുടെ യൂട്യൂബിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടുന്നത്. ലിങ്ക് എടുത്ത് പരിശോധിക്കുമ്പം ഇത് എവിടെ നിന്ന് വന്നു, ഓൺലൈനിൽ നിന്ന്, വെർച്വൽ വേൾഡിൽ നിന്ന് പുള്ളി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്, പൊതുജനങ്ങളുടെ പൊതുസമൂഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. വെർച്വൽ വേൾഡിൽ ഇതിനേക്കാൾ വലിയ കോപ്രായങ്ങൾ പുള്ളി കാണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന പുള്ളിയെക്കുറിച്ചൊരു റിസർച്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഞാനൊരു വളരെ ഒരു കാഷ്വൽ ആയിട്ടൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. അതായത് ഇത്തരത്തിലുള്ള അശ്ലീലത കൊച്ചുകുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിന് മുമ്പ് പുള്ളിയെ തടയണം, പിന്നെ പോലീസ് കേസ് എടുക്കണം. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടും പബ്ലിക് ഓർഡറും വയലേറ്റ് ചെയ്തതിന് പോലീസ് കേസ് എടുക്കണം. കേസെടുക്കാത്ത പോലീസിനെതിരെ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞാനൊരു കാഷ്വലായിട്ട് പോസ്റ്റ് ഇട്ടു. പിന്നീടാണ് അതിൻ്റെ ചെറിയ കട്ട് ചെയ്തിട്ടുള്ള വേർഷൻസ്, ഈ ഷോർട്ട് വേർഷൻസൊക്കെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. ഈ വന്നതിൽ ഇതിനേക്കാൾ വലിയ അശ്ലീലങ്ങളും ഒബ്സീനിറ്റിയും ന്യൂഡിറ്റിയും ഒക്കെയുള്ള വീഡിയോകൾ പുറത്തേക്ക് വന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ തന്നെയുള്ള ദീപക് പ്രകാശ് സാറിനെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡാണ് സുപ്രീം കോടതിയിൽ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീജിത്ത്, ഞാനിങ്ങനെ ഒരു കാര്യം കണ്ടു, എല്ലാ കേസിലും പിന്നെ ശ്രീ തടപടി. ഞാൻ സാർ ഇത് ഞാനും കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് സാർ എന്നെ വിളിച്ചത്. എനിക്കത് ഓക്കാനം വന്നു, എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. എൻ്റെ പല വീഡിയോസും ശ്രീത്ത പോസ്റ്റ് ചെയ്തത് കണ്ടപ്പോൾ ഇമ്മീഡിയറ്റ്ലി എനിക്ക് മക്കളുണ്ട്, ഇമ്മീഡിയറ്റ്ലി അതിന് നടപടി എടുക്കണം എന്നുള്ളത് പറഞ്ഞ് എന്നോട് ഇങ്ങനെ സാർ സംസാരിച്ചു. അപ്പം ആളുകളിലേക്കൊക്കെ ആ സമയത്തിനുള്ളിൽ എത്തിയിരുന്നു ഇങ്ങനെ ഒരാളുണ്ട് എന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഈ ആദ്യത്തെ 2 ദിവസം, അതായത് ഈ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന മമ്മു, ഷമീർ എന്ന് പറയുന്നവർ ആദ്യം തന്നെ നമ്മുടെ തൊപ്പിക്കെതിരെ അവർ കുറച്ച് തെളിവുകൾ വിടുന്നു. സ്വാഭാവികമായിട്ടും കുറെ ആൾക്കാർ തൊപ്പിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. അതിനുശേഷം തൊപ്പി ലൈവ് വരുന്നു. 2 മണിക്കൂർ ലൈവിന് ശേഷം തൊപ്പി ആദ്യം തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ പറയാണ്, ഈ ലൈവ് കഴിയുന്നതോടെ എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ എനിക്ക് അനുകൂലമാകുന്ന അത്രയും കോൺഫിഡൻസോടുകൂടി പറഞ്ഞിട്ട് ലാസ്റ്റ് തൊപ്പി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സെന്റൻസ് എല്ലാവരും ഘോരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. നിനക്കൊക്കെ ഞാൻ മരണത്തേക്കാൾ വലിയ ശിക്ഷ തരും എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ മാസ് BGM ഇട്ട് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തൊപ്പിക്ക് അനുകൂലമായിട്ട്. അതായത് ഈ പറയുന്ന മമ്മു ഷമീറിനൊക്കെയാണ് ആദ്യം അനുകൂലമായിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ തൊപ്പിക്ക് അനുകൂലമായിട്ടാണ് കുറെ അധികം, എന്താ പറയുന്നത്, ഇപ്പോൾ ഉള്ള ജനറേഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തൊപ്പിയെ പോലെ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് ഈ പറയുന്ന കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഫലപ്രദമായിട്ട് നമുക്ക് ആ സമൂഹത്തിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കാൻ പറ്റും? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തൊപ്പിയുടെ എന്താണ് ഈ പറയുന്ന ഫോളോവേഴ്സിന് വലിയ ഇടിവൊന്നും വന്നിട്ടില്ല. പറഞ്ഞു വെച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ തൊപ്പി ഇപ്പോഴും ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാറാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈവൻ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത് ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അപ്പം ഈ തൊപ്പിയെ നാളെ തന്നെ ജയിലിലടച്ച് തിരിച്ചിറങ്ങുമ്പോൾ തൊപ്പി ഏതെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് പുറത്തു വരും എന്നുള്ളതൊന്നും, അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടെയുള്ള ആളുകൾ വരും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത്തരത്തിലുള്ള ഒരു എന്താണ് ട്രാൻസ്ഫോർമേഷൻ തൊപ്പിക്ക് ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു കളവ് കേസിന്, ചെറിയൊരു കളവ് അടയ്ക്കാൻ മോഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മോഷണത്തിനൊക്കെ ജയിലിൽ പോയിട്ടുള്ള ആളുകൾ തിരിച്ചിറങ്ങി, അല്ലെങ്കിൽ MDMA അല്ലെങ്കിൽ കഞ്ചാവൊക്കെ വിറ്റിട്ടുള്ള ആളുകൾ പിന്നെ അതിന് പിടിക്കപ്പെട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ പോകുന്നു,
ഇവർ ഈ ഒരു ബിസിനസ്സിലൂടെ സമ്പാദിച്ചതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം മതി ഈ വക്കീലിന് കൊടുക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലീസുകാർക്ക് കൈമടക്ക് കൊടുക്കാനും. ജയിലിൽ പോയി വരുന്ന ഒരു സമയത്തേക്ക് ചിലവാകുന്നത് ഇവർ ഈ അനധികൃതമായി സമ്പാദിച്ചതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ ഈ ഗ്യാങ് തല്ലിപ്പിരിഞ്ഞത് തന്നെ 1.5 കോടി രൂപയുടെ ഒരു ഡീല് തൊപ്പിയുമായി നടന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലുണ്ട്. അത് ഇവരുടെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പരാതിയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് DCPയോടും DGPയോടും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 1.5 കോടി രൂപ തൊപ്പിക്ക് കിട്ടുന്നു, പക്ഷെ ഒരു 2000 രൂപ ചോദിക്കുമ്പോൾ പോലും തങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങളെ അടിമകളെ പോലെയാണ് ആ ചുമരുകൾക്കുള്ളിൽ കാണുന്നത്. ഇവരുടെ ഈ തൊപ്പിയുടെ അടിവസ്ത്രം പോലും അലക്കേണ്ടി വരുന്ന ഗതികേടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട്. വേർതിരിവ് അവിടെയുണ്ട്. ഒരു ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് ലേബർ അവിടെ നടക്കുന്നുണ്ട്. അതായത് ചെയ്യണം എന്നുള്ളത് ഫിസിക്കൽ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. നിർബന്ധിച്ച് ഈ പറയുന്ന മറ്റാളുകൾക്ക്, ഇവരുടെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന നാർക്കോട്ടിക് സബ്സ്റ്റൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഗ്രേവ് ആയിട്ടുള്ള വളരെ കൊഗ്നിസിബിൾ ആയിട്ടുള്ള ക്രിമിനൽ ആക്ട് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ 4 ചുമരുകൾക്കുള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ തന്നെ വെളിപ്പെടുത്തൽ. അതാ സാർ എന്റെ സംശയം. അതായത് നിർബന്ധിച്ച് തൊപ്പി ഈ തരത്തിൽ ഇവരെ പ്രേരിപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ ഇവര് ഒരു ഏജ്ഡ് ആയിട്ടുള്ള അഡൽട്സ് എന്ന് തന്നെ കൂട്ടാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ ഈ ഷമീർ, മമ്മു എന്ന് പറയുന്നത്. തൊപ്പി ഇത്രയധികം ഇവരെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവർക്ക് ഇതിനു മുമ്പേ പറയാമായിരുന്നു അല്ലെ? അപ്പൊ ഇവരും കൂടി ചേർന്നിട്ടായിരിക്കും ഇപ്പൊ അപ്പൊ നമ്മൾ തൊപ്പിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നേ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ, ഒന്നുകിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ബാക്കിംഗ് നമ്മുടെ കൈവശം വേണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ കൈവശം ഒന്നുമില്ല, ഇവരുടെ വെളിപ്പെടുത്തലുകൾക്ക് അപ്പുറത്തേക്ക് ഇല്ല. 2, ഇവരതിൽ ഭാഗവാക്കാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ളത് ഇവർ കൺഫസ് ചെയ്യുന്നുണ്ട്, ഇവർ തുറന്നു പറയുന്നുണ്ട് ഇവരുടെ വീഡിയോകളിൽ. ഈ മമ്മുവിൻ്റെ ആണെങ്കിലും ഷമീറിൻ്റെ ആണെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾ വളരെ മാന്യരായിട്ട് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന ആളുകളല്ല. വലിയ തിന്മയ്ക്കെതിരെ ചെറിയ തിന്മകൾ ചെയ്ത എന്നുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമ ഡയലോഗ് പോലും അതിൽ പ്ലേ ചെയ്തുകൊണ്ടാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ തെറ്റുകാരാണ്, മാന്യന്മാരല്ല, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് ഞങ്ങൾക്കെതിരെയും കേസെടുക്കാൻ പറ്റുന്ന തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇവരെ കൺഫസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വലിയ ഒരു തെറ്റ് ഈ പറയുന്ന തൊപ്പിയെ എക്സ്പോസ് ചെയ്യണം, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല തൊപ്പി എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ശരിക്കും തൊപ്പിയിലൂടെയാണ് ഇവര് വളർന്നു വരുന്നത്. പിന്നെ ഒറ്റയടിക്ക് ഇവർക്ക് തിരിച്ചു പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യമേ ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മമ്മു എന്ന് പറയുന്ന ആളുടെ വീടിന്റെ വിഷ്വൽസ് ഒക്കെ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ചോർന്നൊലിക്കുന്നൊരു വീടാണ്. അതിലേക്കുള്ള ഒരു മെയിൻ്റനൻസിനുള്ള ഒരു 2000 രൂപയായിട്ട് ചോദിച്ചപ്പോൾ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. പക്ഷെ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരം പ്രകാരം ഈ 1.5 കോടി നിഹാദിന് വരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നു. അതിലൊരു പങ്ക് ഇവർ ചോദിക്കുന്നു. കാരണം ഈ ഗ്യാങ്ങിനെ ഇത്രയും ഒരു എക്സ്പ്ലോഷർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് ഗ്യാങ്ങിൽ മറ്റാളുകൾ, ഈ മമ്മു ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നപ്പോഴാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് ഈ 1.5 കോടിയുടെ ഒരു ഭാഗം വേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യം ഒരു ഘട്ടത്തിൽ ഉന്നയിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത നേരത്തെ ഇവരിൽ ഉണ്ടായത് കൊണ്ടാണ് ഇവരിതിനൊക്കെ തെളിവുകൾ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഈ ഗഞ്ചയുടെ വിഷ്വലാണെങ്കിലും, ഇവർ പറയുന്ന ഗേൾഫ്രണ്ടിൻ്റെ കൂടെയുള്ള വിഷ്വലാണെന്നുണ്ടെങ്കിലും, ഈ പറയുന്ന ഇയാൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പുറകിൽ നിന്നെടുത്തിട്ടുള്ള സ്പൈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ അങ്ങനെ ഒരു അറിവുണ്ട്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അറിവുണ്ട്. അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്നുള്ളൊരു ചിന്ത ഇവരിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ബ്ലാക്ക് മെയിലിംഗ് പോലും നടക്കാത്തപ്പോൾ പൊതു മധ്യത്തിൽ വന്നിട്ട് ഇവർ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം, തൊപ്പി ഈ പറയുന്ന നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന് പോലീസിൻ്റെ അടുത്തും ഷാഡോ ടീമിൻ്റെ അടുത്തും ഒക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ പിടികൂടിയില്ല എങ്കിൽ പോലും അറിവുണ്ട്. അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം മമ്മുവും ഷമീറൊക്കെ പറഞ്ഞിട്ടുള്ളത്. വിഷ്വൽ കാണിച്ചുകൊണ്ട് ഈ പറയുന്ന മെത്താഫെറ്റാമിൻ ആണ് ഇദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഇവരുടെ ഗ്യാങ്ങിലുള്ള മെത്താഫെറ്റാമിനും ചവയ്ക്കുമ്പം അല്ലെങ്കിൽ ഈ ഉപ്പ് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കല്ല് പോലെയുള്ള സാധനങ്ങൾ, അതാണ് MDMA ഒക്കെ ചവയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്തുള്ള പുള്ളിയുടെ വിഷ്വൽ കാണിച്ചുകൊണ്ട് ലൈവ് സ്ട്രീമിങ്ങിൽ കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പുള്ളി സ്ഥിരം ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത്. അപ്പം അത്തരത്തിൽ ഇവരുടെ വെളിപ്പെടുത്തൽ, പോലീസിൻ്റെ കണ്ടെത്തൽ, നാർക്കോട്ടിക് കേസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ വിപണനം
ഈ ഓൺലൈൻ സ്ട്രീമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആരാധക വൃന്ദങ്ങളുള്ളതിൻ്റെ സ്റ്റാർഡം ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയിക്കപ്പെടുന്നു. 1.5 കോടിയൊക്കെ ഒരു നാർക്കോട്ടിക് ബിസിനസ്സിൽ വരിക എന്നുള്ളത് വളരെ ചെറിയ കാര്യമാണ്, വളരെ ചെറിയ കാര്യമാണ്. ഈവൻ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി പോലും വേണ്ട MDMA ഒന്നും 1.5 കോടി ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ഘട്ടത്തിൽ ഈ 1.5 കോടിയും ഈ പണം വരുന്നതും ഈ ആഡംബരത്തിൽ ജീവിക്കുന്നതും ഈ കഴിഞ്ഞ പ്രാവശ്യം തൊപ്പിയെ ബുക്ക് ചെയ്തപ്പോൾ അതിലൊരു വാഹനമൊക്കെ തൊപ്പിക്ക് നഷ്ടപ്പെട്ടു. നാർക്കോട്ടിക് കേസാണ് അതിൽ ഒരു ഡ്രൈവർ ആണ് അത് ഉപയോഗിച്ചതെന്നോ അല്ലെങ്കിൽ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് തൊപ്പി അതിൽ നിന്ന് ഒഴിവായി പോയിട്ടുള്ളത്. ഇപ്പോൾ അത് ഷമീർ എന്ന് പറയുന്ന ആളുടെ പേരിലാണ് വണ്ടിയുടെ RC ഉള്ളത് എന്ന് ഷമീർ പറഞ്ഞു. അപ്പോൾ ഒരു വാഹനമൊക്കെ, ഒരു ഇന്നോവ പോലുള്ള വാഹനമൊക്കെ അങ്ങ് പോട്ടെ എന്നൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് എത്തിയത് ഈ ലൈവ് സ്ട്രീമിംഗ് കൊണ്ടല്ല എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം. അപ്പോൾ നാർക്കോട്ടിക് സബ്സ്റ്റൻസിൻ്റെ MDMA-യുടെയും ഗഞ്ചയുടെയും മെത്താഫിറ്റമിൻ്റെയും ഒരു ഡീലിംഗ്, ഒരു ഡീലറായി ഈ ഒരു പബ്ലിക്, ഈ ഒരു ഗ്യാങ്ങുമായിട്ട് അല്ലെങ്കിൽ ഫോളോവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിവെച്ചാൽ രണ്ടാമത്തെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പൊതുജനം ഇനിയെങ്കിലും ഒരു പരിധിവരെയെങ്കിലും ഇതിലൂടെ അറിയട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമാണ് പ്രധാനമായിട്ട് എനിക്കുള്ളത്. കാരണം ഇത് ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമല്ല. നമുക്ക് എന്താണ്, ആരെയും ഭയക്കാതെ സംസാരിക്കാനുള്ള ഒരു മൗലികാവകാശത്തിന്റെ ഭാഗമല്ല. അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റീസണബിൾ റെസ്ട്രിക്ഷൻ മാത്രമല്ല, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എന്താണ് ഒരു മാഫിയ, അതൊരു കാര്യം മാത്രം ചെയ്യുന്ന മാഫിയ അല്ല, മൾട്ടിപ്പിൾ ഡയമെൻഷനുള്ള മൾട്ടിപ്പിൾ അധോലോക ബിസിനസ്സുകൾ നടത്തുന്ന മാഫിയയെ വളർത്തുന്ന ഒരു സംഘമായിട്ട് വളരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടെ പൊതുജനം തിരിച്ചറിയുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശം കൂടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ വകുപ്പുകളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? അല്ല, നമുക്കിപ്പം പ്രത്യേകിച്ച് ഇന്ന വകുപ്പ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും BNS-ൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്സിനിറ്റി, അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലൊരു ഓൺലൈൻ ഒബ്സിനിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പിന്നെ ഓൺലൈൻ ന്യൂഡിറ്റി, അതുപോലെ ഈ പോക്സോയുമായി ബന്ധപ്പെട്ടിട്ട് മൈനേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷുവാലിറ്റിയെ കുറിച്ച് വളരെ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ BNS-ൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള വകുപ്പുകളുണ്ട്. ഇപ്പം 294, 296 ഇതൊക്കെ ഒബ്സിനിറ്റി ഓൺലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറ്റകരമാക്കുന്ന വകുപ്പുകളാണ്. അതായത് 294-ഉം 96-ഉം BNS ഒക്കെ. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ കുറ്റകൃത്യത്തിന് 2 വർഷം തടവും പിഴയുമാണ് ഈ 294-ഉം 296 ഒക്കെ വിഭാവനം ചെയ്തത്. ഒരു റിപ്പീറ്റഡ് ഒഫൻസിന്, അതേ ഒഫൻസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം തടവും കൂടുതൽ പിഴയിലേക്കും പോകും. അത് നോൺ ബെയിലബിൾ ഒഫൻസിലേക്കൊക്കെ പോകും. അതുപോലെ തന്നെ IT ആക്ടിൽ ഈ 66A സുപ്രീം കോടതി എടുത്ത് കളഞ്ഞെങ്കിൽ പോലും 67 ഉണ്ട്, 67A ഉണ്ട്, 67B ഉണ്ട്. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കി, അവരുടെ മൊഡസ്റ്റിയെ, സ്ത്രീത്വത്തെ മോശമാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിനുള്ള കടുത്ത ശിക്ഷ ഉള്ള പ്രത്യേക സ്റ്റാറ്റ്യൂട്ട് നിയമം തന്നെയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോക്സോ നിയമമുണ്ട്. ഒരു പ്രൊവിഷനിൽ പോലും അത് ജാമ്യം കിട്ടുന്ന കേസല്ല. പോക്സോ ആക്ടിൽ തന്നെ സെക്ഷൻ 19(1) പ്രകാരം ഇപ്പം താങ്കൾക്ക് ഒരു വിവരം ലഭിച്ചു, ഒരു മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ഒരാൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടും ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ കുട്ടി എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചു. നിർബന്ധമായിട്ടും യു ഷുഡ് ഇൻഫോം ദി കൺസേൺഡ് അതോറിറ്റി ഓർ പോലീസ് ഇങ്ങനെ ആ പെൺകുട്ടി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എപ്പോ ആ പെൺകുട്ടി അണ്ടർ ഏജ്ഡ് ആകുമ്പോൾ, അതായത് മൈനറായിരിക്കുന്ന സമയത്ത് മാത്രം റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതല്ല. ആര് ആക്രമിക്കപ്പെടാൻ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ്. അത് നിയമപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് ഉള്ളത് പോക്സോയിലാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ട്, ജെന്യൂൻ ആയിട്ടുള്ള അറിവ് കിട്ടിയിട്ട് അത് ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോക്സോ ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം നിങ്ങൾക്കെതിരെ 6 മാസം തടവ് കിട്ടാവുന്ന കേസ് എടുക്കും. ഈ മമ്മു എന്ന് പറയുന്ന ആളുടെ ഒരു കേസിൽ ഈ മമ്മു എനിക്ക് തോന്നുന്നു ഈ ഗ്യാങ്ങിൽ വരുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പൊ ഈ പ്രായപൂർത്തിയാകാത്ത ഘട്ടത്തിൽ വന്ന സമയത്ത് ഈ 2 വർഷം മുമ്പ് ഞാൻ ഇതേ കാര്യം തന്നെ ഡെപ്യൂട്ടി CP ആയിട്ട് സംസാരിച്ച സമയത്ത് അന്നും ഞാനൊരു റിട്ടേൺ പരാതി കൊടുത്തു. ഈ ഒരു കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി എന്നുള്ള ഒരു വിഷയം. അതായത് പുള്ളി അത് വളരെ 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 അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. പക്ഷെ അന്ന് ഫണ്ണായിട്ടാണ് പറയണത്.
അന്ന് എനിക്ക് തോന്നുന്നു അത് ആ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആങ്കറും വലിയ രീതിയിൽ ഒരു വളരെ കാഷ്വലായി ചിരിച്ചുകൊണ്ട് ഇതെടുത്ത സമയത്ത് അല്ലെ ഒരു വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഒരു ക്രൈമിനെ കുറിച്ച് താൻ ചെയ്ത ഒരു ക്രൈമിനെ കുറിച്ചാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, പിന്നെ അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് പറയുന്നത്. പുള്ളിയും ഈ പറഞ്ഞ പോലെ നിഹാദിനെ പോലെ അത്രയും പിന്നെ എന്താണ് ബുദ്ധിശൂന്യതയുള്ള ഒരാളൊന്നുമല്ല. മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും ഒക്കെ മൈനർ ആയിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു ആക്ടിനെ കുറിച്ചാണ് പുള്ളി, ക്രിമിനൽ ആക്ടിനെ കുറിച്ചാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പം അതിനെതിരെ പോയപ്പോൾ പോലും ഞങ്ങൾ ഈ കുട്ടികളെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സൈബർ സെൽ, നമ്മുടെ മനോജ് എബ്രഹാം സൈബർ ഡോമിൻ്റെ മേധാവിയാണ്, അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരം ഗ്യാങ്ങുകളിലേക്ക് വരുന്ന ആളുകളോട് ഈ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ഇവർ ചർച്ചകളിലേക്ക് വരുന്നത്. കാരണം ഫോൺ നമ്പറുകളൊന്നും മറ്റാളുകൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ അത് ഹാക്ക് ചെയ്ത് അതിലേക്ക് കയറാനും ഒരു അക്കൗണ്ട് ഉണ്ടാക്കാനും സുഖമാണ്. അതിൽ എന്താണ് ഈ പറയുന്നിരിക്കുന്ന കോൺവെർസേഷനും ഈ പറയുന്ന ഡാറ്റാസിന്റെ പിന്നെ ട്രാൻസ്മിഷനൊക്കെ വളരെ എളുപ്പമാണ്. അതിൽ നിന്നാണ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികളിലും ഭൂരിപക്ഷവും ഇവരുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പം അതിൽ നിന്ന് തന്നെ മൈനേഴ്സ് ആയിട്ടുള്ള ആളുകളെടുത്ത് നിങ്ങളുടെ വീട്ടിലുള്ള പിന്നെ സ്ത്രീകളുടെ, അത് അമ്മയാവട്ടെ ഉമ്മയാവട്ടെ പിന്നെ പെങ്ങളാവട്ടെ മുത്തശ്ശിയാവട്ടെ, അവരുടെ ന്യൂഡ് വിഷ്വൽസ്, ഈവൻ കുളിക്കുമ്പോഴുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള വിഷ്വൽസ്, അത്തരത്തിലുള്ള വിഷ്വൽസ് എടുത്തിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. അതിന് ഇവർക്ക് പണമുണ്ട്, പേയ്മെന്റ് ഉണ്ട്. ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിക്ക്, നമ്മളുടെ പോലെ പണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ മില്ലേനിയേറ്റ്സ് ആണ് നമ്മൾ. അപ്പം ഈ മില്ലേനിയേറ്റ്സ് ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് അന്നൊക്കെ നമുക്ക് 2 രൂപ 3 രൂപ അല്ലെങ്കിൽ 10 രൂപയൊക്കെ ഉണ്ടെങ്കിലും അന്ന് വല്ല മുട്ടായി മേടിക്കാനോ മറ്റു കാര്യങ്ങൾ മേടിക്കാനോ ആണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്. ഇന്ന് ഇന്റർനെറ്റ് റീചാർജ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു കുട്ടിക്ക് എത്ര വേണം? ഇവരുടെ കയ്യിലൊക്കെ മിക്കവാറും എല്ലാ ആളുകളെടുത്തും ആൻഡ്രോയിഡോ iOS ഒക്കെ ആയിട്ടുള്ള ഫോണുകളൊക്കെ ഉണ്ട്. അപ്പം അതിനുള്ള പണം കണ്ടെത്താനുള്ള മാർഗം എന്നുള്ളത്, അപ്പം ഇവരെ മോൾഡ് ചെയ്ത് ആ രീതിയിൽ പിള്ളേരെ ആക്കും. ഇവർക്കൊരു ട്രെയിനിങ് സെഷൻ പോലെയുള്ള സെഷനൊക്കെ ഉണ്ട് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഷമീറിൻ്റെയും മമ്മുവിൻ്റെയും വീഡിയോയിൽ പറയുന്നുണ്ട്, ഇതാ ഒരു ഗേൾ ഫ്രണ്ട് വന്നു, മറ്റൊരുത്തൻ ആ ലൈവിലേക്ക് കടന്നു വരികയും, ഞാനിതൊക്കെ സൂക്ഷ്മമായിട്ട് കേസിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വരുന്നു, അവൻ പറയുന്നു ഇതാ ഒന്നും കൂടെ വന്നിട്ടുണ്ട്, പിന്നെ ഇന്ന പെൺകുട്ടി വന്നിട്ടുണ്ട്, 10ഓളം ആ ലൈവ് തീരുമ്പോഴത്തേക്ക് ഒരു 15ഓളം ആളുകൾ വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്, നമുക്കത് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പം ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ, ഇവരുടെ ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സബ് ഗ്യാങ്ങുകളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിലാണ് ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഈ വീട്ടിലുള്ള ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ. ഒരു പക്ഷേ നമ്മുടെ മക്കള് ഫോൺ എടുത്തിട്ട് ഇപ്പം അമ്മയോ സഹോദരിയോ ഒക്കെ ഡ്രസ്സ് മാറുന്നിടത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ആരും മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ക്യാമറ ഫ്ലാഷ് ചെയ്യാതെ, ക്യാമറ ഓൺ ആക്കാതെ, ഡിസ്പ്ലേയിലൊന്നും കാണാതെ ഒക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന കാര്യം നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ജെൻ ആൽഫയ്ക്കും ജെൻ സിക്കൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഉള്ള അതും കച്ചവടമാണ്. കുട്ടികളുള്ള ആളുകൾ, അതായത് അവരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവ് കുറച്ച് ആളുകൾക്ക് ഇന്ന് ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം അവരിലേക്ക് എത്തുന്നുണ്ട്. ഇവർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവരുടെ ലൈവില്, ഈ ഷമീറിന്റെ ഇവരുടെ ലൈവില് 1-2 കമന്റ്സ് വന്നു. അതായത് പിന്നെ ഇതൊക്കെ എന്നിട്ട് ബാക്കി പറയാന്നൊക്കെ പറഞ്ഞ കമന്റ്സ് വന്നപ്പോൾ അവർ പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ, നിങ്ങളുടെ പെങ്ങളെ, 18 വയസ്സായ കുട്ടികളെയൊക്കെ നിങ്ങൾ പിന്നെ ഇവന് കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ അവർ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ നീ മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, വളരെ റാൻഡം ആയിട്ട് അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പെങ്ങളെ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ കൊടുക്കുക, 18 വയസ്സായ ആളുകൾ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം അവരുടെ ഉള്ളിൽ നിന്ന് വന്നതാണ് അത് വളരെ കൃത്യമായിട്ട് ഇവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എല്ലാ തെളിവുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു വേള ഈ ഷമീർ എന്ന് പറയുന്ന ആളുടെ ലൈവിൽ പറയുന്നുണ്ട്, പോലീസ് വരണം, എല്ലാ തെളിവുകളും ഞങ്ങൾ കൊടുക്കും എന്നുള്ളത്. എല്ലാ തെളിവുകളും ഞങ്ങൾ കൊടുക്കും. തെളിവുണ്ട്, തെളിവ് ഇവരുടെ കൈവശമുണ്ട്. ഇന്ന് പോയിട്ട് മറ്റേതോ രാസപരിശോധന ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഇവർ, ഈ ഷമീർ. അങ്ങനെ ഒരു വീഡിയോ, ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു. അതിൻ്റെ ജെന്യൂനിറ്റി എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും ഇവരും ഭയത്തിലാണ്, ഇവരും ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പം 2 കൂട്ടരും ഭയപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവരിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന SITയുടെ അല്ലെങ്കിൽ അത് അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു സംഘത്തിന്റെ ഇന്റർവെൻഷൻ ഉണ്ടായി അവരെ ഇൻട്രോഗേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ചെറിയ കുട്ടികളെ, മൈനേഴ്സിനെ ആയിട്ട് അവരെ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ മതം ഇതിനുള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള നമ്മുടെ സമൂഹത്തെ പഠിച്ച ഒരാൾ എന്ന് വേണം നമുക്ക് തൊപ്പിയെ മനസ്സിലാക്കാൻ. സമൂഹത്തിൻ്റെ പിന്നെ ടേസ്റ്റ്, സമൂഹത്തിൽ എങ്ങനെ നിൽക്കാൻ പറ്റും,
പിന്നെ കട്ടാൽ നിൽക്കാൻ പഠിക്കണം എന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പഴയ ചൊല്ലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ കട്ടാൽ നിൽക്കാനും അറിയാമെന്നുള്ള സാധനം തന്നെയായിരുന്നു തൊപ്പി ഇതുവരെ നിലനിന്നതിൻ്റെ പ്രധാനപ്പെട്ടുള്ള കാര്യം. കൃത്യമായിട്ട് എങ്ങനെ അവൻ്റെ ഗ്യാങ്ങിനെ കൊണ്ടുപോകണം എന്നുള്ളത് പോലും അറിയാമായിരുന്നു. വലിയൊരു സാമ്പത്തികം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലും വാറും നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന തൊപ്പി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തുമെന്ന് വിചാരിച്ചില്ല. തുറന്നു പറച്ചിലുണ്ടാകും. കാരണം പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലേക്കാണല്ലോ പോവുക. ഇപ്പൊ പൊന്മുട്ടയിടുന്ന താറാവിന് ആരും കൊല്ലാൻ നിൽക്കില്ല, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുറച്ച് പണം കൊടുത്ത് സെറ്റിലാക്കാം എന്നുള്ളൊരു സാധനമായിരിക്കും ചെയ്യുക. ഇത്രത്തോളം തെളിവുണ്ടെന്ന് തൊപ്പിയും കരുതി കാണില്ല. മനസ്സിലായോ? ഇവര് തൊപ്പി പുറത്തു വിടുന്നതിനോ അതേ സമയത്ത് നിഹാദിന്റെയും വിടുകയാണ് ഈ ഷമീർ ഫോട്ടോസും വിഷ്വൽസും ഒക്കെ. എന്നിട്ട് പറയാണ് ഞങ്ങളും തെറ്റുകാരാണ്, ഞങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതാണ് കുറച്ചുകൂടെ വിശ്വാസം അവരിൽ വരാൻ എന്നെ പോലുള്ള ആളുകൾക്ക് കാരണം. അവർ പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തില്ല, എല്ലാം തൊപ്പിയാണെന്നല്ല അവർ പറയുന്നത്, ഞങ്ങൾ ഇതിനെല്ലാം വരേണ്ടി വന്നിട്ടുണ്ട്. കൂട്ടത്തില് ഇതിന്റെ പുറമെ ചില അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയ ഉയരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഈ ഒരു വാറ് ചിലപ്പം ഇവര് തന്നെ ക്രിയേറ്റ് ചെയ്തതാണെങ്കിലോ. ഇതിപ്പോ അത് പൂർണ്ണമായിട്ടും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ഇവരുടെ ഗ്യാങ്ങിലുള്ള ഷമീറിന്റെയും ഈ പറയുന്ന മുഹമ്മദിന്റെയും മമ്മുവിന്റെയും ആ ഒരു ന്യൂഡ് വിഷ്വൽ ബ്ലർ ചെയ്തിട്ട് ഇട്ടു. അതിന്റെ ഒറിജിനൽ തന്റെ ഫോൾഡറിൽ ഉണ്ടെന്ന് കാണിക്കുക തരികയും ചെയ്തു. അതായത് അതൊരു എക്സ്ട്രീമാണ്. അതായത് നമ്മൾ ഒരു തരത്തിലും ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്രയൊക്കെ പണം കിട്ടിയാലും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആരും ഒരു സ്ക്രിപ്റ്റിലും അനുവാദം. ഇനിയിപ്പോൾ എന്തൊക്കെ കൊടുക്കാം, അത് അതർവൈസ് ഇവർ അത്തരത്തിലുള്ള ഒരു പിന്നെ പോൺ ആർട്ടിസ്റ്റോ അങ്ങനെയൊക്കെ അല്ലാത്ത പക്ഷം അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. രണ്ട്, അത് ഉറപ്പിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന തൊപ്പി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് ഇപ്പോൾ താമസിക്കുന്ന, എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ നമ്മളെ തൃപ്പയാക്ക പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു സ്ഥലമുണ്ട്, ആ പാലമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലം, അവിടെയാണ് താമസം പുള്ളി. ആ പിന്നെ ചേരാനല്ലൂരിൻ്റെയൊക്കെ ഭാഗത്ത് അവിടെ ഉള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പം നിലവിൽ തൊപ്പി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് ഒരു രേഖയാക്കി തൊപ്പി പരാതി കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത്. ഇന്നലെ രാത്രി തന്നെ എന്നെ DCPയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോഴും ഇന്നലെ കളമശ്ശേരി CIക്കാണ് ഇതിന് അന്വേഷണ ചുമതല ഇപ്പം നിലവിൽ കൊടുത്തിരിക്കുന്നത്, കൊച്ചി DCPയിൽ കൊടുത്ത പരാതിയുടെ പ്രകാരം. അതുപോലെ തന്നെ DGPക്ക് ഞാൻ കൊടുത്ത പരാതി പ്രകാരം ഞാൻ പറഞ്ഞല്ലോ SP പിന്നെ സൈബർ ഓപ്പറേഷൻസിനാണ് കൊടുത്തിരിക്കുന്നത്, അങ്കിത് അശോകൻ. അപ്പം അദ്ദേഹവും കൊച്ചിയിലേക്കാണ് ആ പരാതി അയച്ചിട്ടുള്ളത്. സെപ്പറേറ്റ് ഒരു പരാതി ഞാൻ കൊച്ചി DCP കൊടുത്തിരുന്നു. അത് അവിടെയുള്ള ഒരു ഹെവി വർക്ക് ലോഡിന്റെ ഭാഗമായിട്ട് ഇപ്പം തൊപ്പി താമസിച്ചു എന്ന് പറയപ്പെടുന്ന കളമശ്ശേരിയിലാണ് CIക്കാണ് അയച്ചിരിക്കുന്നത്. ഇന്നലെ കളമശ്ശേരി CI എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു 1 വർഷമായിട്ട് എന്തില്ല, തൊപ്പി അവിടെ താമസമില്ല, തൊപ്പി ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. ആ സ്റ്റേഷൻ പരിധിയിൽ ഒരു പരാതിയും തൊപ്പി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്കെതിരെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഘട്ടത്തിൽ CI ഒരു റിപ്പോർട്ട് DCPക്ക് സമർപ്പിക്കുകയും DCP അത് SP സൈബർ ഓപ്പറേഷൻസിന് സമർപ്പിക്കുകയും അത് DGPയുടെ അടുത്ത് എത്തുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്നലെ പ്രധാനമായിട്ടും പറഞ്ഞുള്ളത് ഇതിനൊരു സാവകാശം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കാരണം അതെ, അതാണ് ഈ സൈബർ ഇത് ടാമ്പർ ചെയ്യാനും എവിഡൻസുകളൊക്കെ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് മുന്നോട്ട് അത് സ്പീഡായിട്ട് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറയുന്ന പോലെ സാർ ഇപ്പം കേസ് കൊടുത്തു, ഇതിപ്പം കേസ് മൂവ് ചെയ്യുന്നു, തെളിവുകളുടെ അഭാവം എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയൊരു സൈബർ ആക്രമണമാണ് വരാനിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും പല കേസുകളിൽ നമ്മൾ അതിൽ പെടുമ്പോഴൊക്കെ നമുക്കറിയാം. കാരണം ഇതെല്ലാം വളരെ വൈകാരികമായിട്ടും നൈമിഷികമായിട്ടും ഒക്കെ ഉള്ള വിഷയങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കൂ, നിങ്ങളൊന്ന് പരിശോധിക്കുക. അതായത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എത്ര നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേര് ചാർത്തി കൊടുത്തിട്ടുള്ള ഇൻസ്റ്റാ ഹീറോസിനും ഫേസ്ബുക്ക് പിന്നെ ഹീറോസിനെയാണ് പോലീസ് പൊക്കിയെടുത്ത് അകത്ത് ഉള്ളിലിട്ടുള്ളത്. ശരി, പെറ്റി ഒഫൻസുകളിലല്ല ഇതൊന്നും, പിന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തല്ലുണ്ടാക്കി ബാറിൽ തല്ലുണ്ടാക്കിയത് കേസിനല്ല. പീഡനം, കെട്ടിയിട്ട് പീഡനം, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ പിന്നെ ചതിച്ച് പീഡിപ്പിച്ച് ഗർഭിണികളാക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ നമുക്കൊരു മീശച്ചേട്ടായി,
പക്ഷെ സാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവര് കേസിൽ അറസ്റ്റിലായി ഇവര് ജയിൽ ശിക്ഷ അനുഭവിച്ചാണെങ്കിലും പുറത്തിറങ്ങി വന്നിട്ട് അടുത്തൊരു പേജ് തുടങ്ങി പറയുകയാണ് ഞാൻ എന്റെ സത്യം തെളിയിക്കുമെന്ന് പറഞ്ഞാൽ വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാർ. ഇതെങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ തന്നെ ഈ പറയുന്ന ഈ മെൻസസ് ഞാൻ അത് കളിയാക്കി പലപ്പോഴും ഇവരെ ആ രീതിയിൽ പറയുന്നുണ്ട്, അങ്ങനെ വന്നതാണ്. മെൻസ് അസോസിയേഷന്റെ ഇതിലൊക്കെയുള്ള ഇപ്പൊ പ്രധാനപ്പെട്ട വക്താവ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന ആളുകളുടെ നേതാക്കളായി നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പോക്സോ കേസിലെ പ്രതികളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്തതിനോ അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് ചെയ്തതിനോ ഒക്കെ പൊതുജനം കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടുള്ള ആളുകളാണ്. അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു അജണ്ട പോലെയാണ് ഈ പൊതുസമൂഹം ഈ പറയുന്ന ഫെമിനിസത്തോട് തെറ്റ് ചെയ്താലും ഇവിടെ ജീവിക്കാൻ പറ്റും എന്നൊരു കാര്യം ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചത് തൊപ്പിയാണ്. അക്ഷരാർത്ഥത്തിൽ തൊപ്പിയുടെ ഗ്യാങ്ങിൽ പോയി ഇതെല്ലാം പഠിച്ചിട്ട് പുറത്തിറങ്ങി വന്ന നല്ലൊരു എന്താണ് സ്ട്രീമർ, പണം മറ്റൊരു ജോലിക്കും പോണ്ട. ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഡൊണേഷനും കൊടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന 4 കൊല്ലം പഠിച്ച് ഇന്റേൺഷിപ്പിന് പോയി PSC എഴുതി അല്ലെങ്കിൽ മറ്റേ ആളുകളുടെ കാല് പിടിച്ചിട്ടൊക്കെ ജോലി എടുക്കുന്നതാണ്. തൊപ്പി പറയുന്നില്ലേ, തൊപ്പിയോട് ആ സ്ട്രീമിലൊക്കെ ആളുകൾ ചോദിക്കുന്നത് എത്ര പൈസ കിട്ടുമെന്ന്. എനിക്ക് നേരത്തെ ഞാനത് ഡിസ്ക്ലോസ് ചെയ്യാമായിരുന്നു, ഇപ്പം എനിക്കത് പറ്റില്ല, അത്രയുണ്ട്. പിന്നെ ഞാൻ മതിയാക്കുകയാണ്. 1 മണിക്കൂർ 5 മണിക്കൂർ ഞാൻ തുടർച്ചയായി ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ മതിയാക്കുകയാണ്. വേറെ പണിയും പോകണ്ട, പ്രൊമോഷൻ ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പം അതായത് പുള്ളി വലിയ ബിസിയാണ്. അപ്പം പുള്ളിയുടെ എന്താണ് അസ്പിറൻസ് ആയിട്ട് പോകുന്ന ആൾ, പുള്ളിയുടെ അടുത്തേക്ക് പോകുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അവിടുന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. ഈ ഷമീർ ഇവരും ചെയ്യുന്നുണ്ട്, ഈ മമ്മു ഒക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ നല്ല രീതിയിലാണ് ഈ സ്ട്രീമിങ്ങും നല്ല കാര്യങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ തൊപ്പിയിൽ നിന്ന് പഠിക്കണം എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് തൊപ്പി. പക്ഷെ അത് തൊപ്പി മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണ്? ഈ പറഞ്ഞിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും സാമൂഹ്യ വിരുദ്ധ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും ആന്റി സോഷ്യൽ ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ആന്റി സോഷ്യൽ എലമെന്റ്സ്, ആന്റി സോഷ്യൽ പിന്നെ എന്താണ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് ഇവരുടെ ഈ ഇതൊരു കേന്ദ്രം മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഈ നമ്മളെ ഈ രജിത്ത് സർ ആർമി, റോബിൻ സർ ആർമി, ഈ പറഞ്ഞിരിക്കുന്ന മീശ ചേട്ടായി ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഇവരിൽ ഭൂരിപക്ഷവും അരാഷ്ട്രീയവാദമുള്ള ആളുകൾ എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അരാഷ്ട്രീയത എന്ന് പറയുന്നതിൽ തന്നെയാണ് ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത്. സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത് ഒരാളിലേക്ക് അരാഷ്ട്രീയവാദം ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന 2013 മുതൽ 2025 വരെയുള്ള ജനറേഷനെയാണ് നമ്മൾ ജെൻ ആൽഫ എന്ന് വിളിക്കുന്നത്. 13 മുതൽ 25 വരെയുള്ള, 97 മുതൽ 13 വരെയുള്ള ആളുകളെയാണ് ജെൻസി എന്ന് വിളിക്കുന്നത്. ഈ ജെൻസിയും ജെൻ ആൽഫയും, ജെൻസിന്റെ പകുതി മുതൽ ജെൻ ആൽഫയുടെ പകുതി വരെ, ജെൻ ആൽഫയുടെ മുഴുവനായിട്ടുള്ള ആളുകൾ മുഴുവൻ ഒരു ഭൂരിപക്ഷവും രാഷ്ട്രീയവാദികളായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, രാഷ്ട്രീയം എന്താണ്, രാഷ്ട്രീയത്തിലേക്ക് പോകരുത്, വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വലിയ അഭിമാനമായിട്ട് പറഞ്ഞു നടക്കുന്ന കുട്ടികൾ, വീട്ടിൽ പറയാതെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറയുന്ന പെൺകുട്ടികൾ, ഒന്ന് കാണണം, തൊപ്പി ഒന്ന് തൊടണം എന്ന് പറയുന്ന ആളുകൾ. എന്ത് തരം ആരാധനയാണ് ഞാൻ പറയുന്നത്? ആരാധനയാവാം ഞാൻ, പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിനെ ഇവർ വലിയ രീതിയിൽ വളരെ മ്ലേച്ഛമായിട്ടാണ് കാണുന്നത്. മഹാത്മാഗാന്ധിയെ അവൻ ആരാണ്, അവൻ്റെ വളരെ മോശമായിട്ട് പറഞ്ഞ വീഡിയോകളുണ്ട് ഈ തൊപ്പിയുടേത്. സ്വാഭാവികമായിട്ടും സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും എന്താണ് ചിന്തിക്കുക? സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഗാന്ധിജിയുടെ ഒരു പിക്ചർ എങ്ങനെയാണ്, എത്രത്തോളം ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഇവരുടെ മനസ്സിൽ എന്തായിരിക്കും ഗാന്ധിയുടെ ചിത്രം? നമ്മുടെ തൊപ്പിയാണ് അവരുടെ എല്ലാം. തൊപ്പി പറയുന്നതാണ് ശരിയെങ്കിൽ ഗാന്ധി ആരാണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പലരും അന്ന് ഘട്ടത്തിൽ എന്നോട് പറഞ്ഞാണ് ഫാട്ടിങ്ങിനെ പറ്റി മാത്രം ഒരു പാട്ടുണ്ടാക്കിയതിന് എന്തിനാണ് നോക്കിയില്ല ഇത്രയും പുകില്, പലരും ഫാട്ടിങ്ങിനെ കുറിച്ച് പറയാം, അതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു അതൊന്നും എൻ്റെ വിഷയമല്ല. പുള്ളി ഗെയിം കളിക്കുന്നതോ പുള്ളി ഫാട്ട് ചെയ്യുന്നതോ പുള്ളി അതിനെക്കുറിച്ച് പാട്ടുണ്ടാക്കുന്നതോ ഒന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം പ്രായപൂർത്തിയാകാത്ത സ്കൂൾ കുട്ടികളിലേക്കും ടീനേജേഴ്സിലേക്കും ഈ ജെൻ ആൽഫയിലേക്കും ഒക്കെ ഇത് ഇഞ്ചക്ട് ചെയ്തിട്ട് അരാഷ്ട്രീയവാദം കുത്തി നിറച്ചിട്ട് അവിടെ മുഴുവൻ ഈ സമൂഹത്തിലെ നെഗറ്റീവ് ക്രൈംസ് എല്ലാം ട്രെയിൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വലിയ
ഒരു ആറ്റം ബോംബ്, എന്താണ്, ഒരു ട്രിക്കിംഗ് ആറ്റം ബോംബായിട്ട് ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ടാണ്. ഇപ്പം സാർ ഇപ്പം കേസ് കൊടുത്തതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഉള്ള അപ്ഡേറ്റ്സിന് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നാണ് സാർ കരുതുന്നത്? ഇപ്പോൾ സത്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് DGPയെ കാണാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. DGP ഞാൻ കണ്ടിട്ടില്ല. അപ്പം DGPയുടെ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന SP സൈബർ ഓപ്പറേഷൻസിന് അത് കൈമാറിയിട്ടുണ്ട് DGP. കാരണം എന്നോട് ആ ഒരു ചെറിയ സമയം ചോദിച്ചതിനുള്ളിൽ തന്നെ ഇത് അവരുടെ പിന്നെ PHQയിൽ പോലീസ് ഹെഡ് ക്വാർട്ടറിലെ ഈ പറയുന്ന മോണിറ്ററിംഗ് സിസ്റ്റം സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥർ വളരെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. കാരണം ഞാനൊരു രേഖാമൂലം പരാതി കൊടുത്തേ ഉള്ളൂ, അവരിതിനെക്കുറിച്ച് അവെയറാണ്. കാരണം ഇവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്, തൊപ്പിയെ ഇവർ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ളപ്പോൾ ഒരു രേഖാമൂലമുള്ള ഒരു പരാതിയും കൂടെ വന്നിരിക്കുന്നു. അത് എനിക്ക് സന്തോഷകരമായിട്ട് മറ്റൊരു കാര്യം, DCPക്ക് 2 പരാതികൾ കൂടെ വേറെയും വന്നിട്ടുണ്ട് നിലവിൽ കൊടുത്തതിന് ശേഷം. അപ്പോൾ എനിക്ക് അതിൽ ഗുണകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കൊടുക്കാൻ പറ്റാത്ത URLs, ലിങ്കുകൾ ചിലപ്പോൾ അവർക്ക് ആക്സസിബിൾ ആയിരിക്കും. അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇതിൽ ഉപകാരപ്പെടും. അപ്പം 2 തരത്തിലാണ്. ഒന്ന്, കൊച്ചി സൈബർ ഓഫീസിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ട്. കളമശ്ശേരിയിലേക്കാണ് DCP അത് ഫോർവേഡ് ചെയ്തിട്ട്, അത് SHO ആണ്, ഒരു പോലീസ് സ്റ്റേഷനാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെ മെക്കാനിസം ഉണ്ട്, മെഷീനറി ഉണ്ട്. അത് വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി പിന്നെ ഞാനിപ്പം ഇന്ന് തന്നെ മൊഴി കൊടുക്കാൻ പോയി. ഇന്ന് രാത്രിയോടുകൂടി ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നതും അധികം ദൂരെയായിട്ടുള്ള അല്ലാത്തൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്, എറണാകുളം ജില്ലയിൽ തന്നെ. സ്വാഭാവികമായിട്ട് അവിടെയും പിന്നെ പരിശോധനകളുണ്ടാകും. അതിനുള്ളിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് കേസിൻ്റെ മെറിറ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ അപ്പോൾ എങ്കിൽ പോലും വളരെ സ്പീഡായിട്ട് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഫോർ ദ നെയിം സേക്കിന് ഒരു FIR രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം അറസ്റ്റ് ചെയ്യുക, ജാമ്യത്തിൽ വിടുക, ജാമ്യമുള്ള വകുപ്പുകളേ ഉള്ളൂ എന്ന് പറയുക, ഒരു തരത്തിലും എവിടെയും എത്താതെ കേസ് തള്ളിപ്പോവുക എന്നുള്ളതല്ലാതെ ഒരു ഹോംവർക്ക് നടത്തി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിഷേലിൻ്റെയോ മറ്റെന്തിലൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, എന്തൊക്കെ അധോലോക പ്രവൃത്തികളാണ്, അസാൻമാർഹിക, അനാശാസ്യ, നിയമവിരുദ്ധ പ്രവൃത്തികളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് തറോലി പഠിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഈ പ്ലസ് രമേശ് ചെന്നിത്തലയ്ക്കും കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിൽ അതും കണ്ടിട്ടുണ്ട് അദ്ദേഹം. അത് ഒരേ സമയമാണ് ഞാൻ DGPക്കും പിന്നെ ആഭ്യന്തരമന്ത്രിക്കും കൊടുക്കുന്നത്. അപ്പം അത് തൂഫാൻ കൂടെ ഉള്ളപ്പോൾ തൂഫാനെ കൂടെ ഇതിൽ എന്ത് ചെയ്യാം, അതിൽ ക്ലബ് ചെയ്തിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു വലിയ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം കൂടെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട്. ഇനി ഈ പോലീസ് അന്വേഷണത്തിൽ പോലും മറ്റൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രിമിനൽ MP, അതായത് ഒരു ക്രിമിനൽ മിസലേനിയസ് പിറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്ത്, ഞാൻ പറയുന്നത് ഒരു വേഴ്സ്റ്റ് കേസാണ്, പോലീസിന് ഇതിൽ നടപടി എടുക്കാൻ പരിമിതികളുണ്ട് എന്ന് പരാതിക്കാരനായി എന്നെ അറിയിക്കുന്ന ഒരു ഘട്ടത്തിൽ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ട് ഒരു അന്യായം കൊടുത്തുകൊണ്ട് പബ്ലിക് ഇൻട്രസ്റ്റിൽ പിന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി വേണം, ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം വെളിപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ലൈവായിട്ട് ഇവിടെയുണ്ട്. അവരെ വിളിച്ച് ചോദ്യം ചെയ്ത് അവരുടെ ഗാഡ്ജറ്റ്സ് പരിശോധിച്ച് എന്തൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കിയിട്ട്, ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ഇവർക്ക് അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്, ആ മെറ്റീരിയൽസ് ഇവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഫോറൻസിക്കിലേക്ക് അയച്ച് ഈ 65B ഒരു സർട്ടിഫിക്കറ്റ് വേണം ഏതൊരു ഇലക്ട്രോണിക് തെളിവുകൾ അഡ്മിസിബിൾ ആകണമെങ്കിലും കോടതിയിൽ. അപ്പം വളരെ കാഷ്വലായിട്ട് പോയിട്ട് ഇവരുടെ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിച്ചതിലൊന്നുമില്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുത്ത് കോടതിയിലെത്തി അത് തള്ളിപ്പോകുന്നതിന് പകരം ഈ കൃത്യമായിട്ട് ഈ പറയുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഫോറൻസിക്കിലേക്ക് അയച്ചുകൊണ്ട് ഫോറൻസിക്കിൻ്റെ വിവരങ്ങളും പ്ലസ് അവർ കൊടുക്കുന്ന 65B പ്രകാരമുള്ള എവിഡൻസ് ആക്ട് പ്രകാരം അഡ്മിസിബിൾ ആകാനുള്ള IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് കൂടെ വെച്ചുകൊണ്ട് കൊടുക്കണം. അങ്ങനെ നമുക്കിതിനെ ഒരു അവസാനം ഇതിനെ ഒരു പൂട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ ഫോളോ അപ്പ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഭയം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നേരെ തിരിച്ച് എൻ്റെ ഭാഗത്തേക്ക് വരും, നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്, ഒന്നുമില്ല, കുറച്ചുകൂടെ വിശുദ്ധനാകാൻ, തുപ്പി ഗ്യാങ് വിശുദ്ധനാകാനും സാധ്യതയുണ്ട്. ഒരു കാലത്ത് ഇവരൊന്നും ഈ ഇപ്പം വെളിപ്പെടുത്തിയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മിച്ച് വെക്കില്ല. പക്ഷെ ഞാൻ പരാതി കൊടുത്തു അവരെന്തായാലും ആശയബന്ധകാരം ഓർമ്മിച്ച് വെക്കും. ഇത് ആദ്യത്തെ അനുഭവം അല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു കാര്യം കൂടെ പറയാൻ അവസാനിക്കും. അതായത് ലോകകപ്പ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുള്ളാവൂർ പുഴയിൽ പിന്നെ മെസ്സിയുടെ, ഞാൻ ഒരു ഹാർഡ് കോർ മെസ്സി ആരാധകനാണ്, അർജന്റീന ഫാനാണ്. അപ്പം എങ്കിൽ പോലും വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്കറിയാം എത്ര കണ്ട് പിന്നെ ഈ ഒരു പുഴയുടെയും
പിന്നെ ഈ റിസർവ് വനങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് പോലും അവിടെ ആക്സസ് ഇല്ലായിരുന്നു. അതായത് മീൻസ് അവിടെ താമസിക്കുന്നത് ഈ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സൈഡിലൊക്കെ താമസിക്കുന്നത് ഞങ്ങൾക്ക് പോലും അങ്ങോട്ട് ആക്സസ് ഇല്ല. ഒരു വിറകെടുക്കാൻ വേണ്ടി പോകാൻ പോലും പിന്നെ ഫോറസ്റ്റ് ഒഫൻസ് ആണ്. പക്ഷെ ഇവിടെ അതുപോലെ പുഴയിലും പിന്നെ എന്താണ് കുളിക്കാൻ പോലും പറ്റാത്ത നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പുഴയിൽ ഒരു മണലെടുത്തു കഴിഞ്ഞാൽ അവന് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കും. ആ സ്ഥലത്തേക്കാണ് ലൈറ്റ് ഇട്ട് ഇത്തരത്തിൽ വലിയൊരു കൗട്ടൗട്ട് ഒക്കെ വെച്ചിട്ടുള്ള എന്നുള്ളതാണ് എൻ്റെ പരാതി. അത് വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഒരു വാശിയായി വന്നു. പിന്നീട് അതിനപ്പുറത്തേക്ക് അത് ഹൈക്കോടതിയിൽ എത്തേണ്ട വന്നു. ഹൈക്കോടതിയിൽ മണികുമാർ സാറാണ് അവസാനമായിട്ട് സാർ എൻ്റെ അടുത്ത് ചോദിച്ചത്. പിന്നെ അപ്പോൾ പരാതിക്കാരെന്നുള്ള രീതിയിൽ ഓപ്പൺ കോടതിയിലാണ്, കേരള ഹൈക്കോടതിയിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല വക്കീലേ, പിന്നെ പുള്ളിയും ഒരു ഫുട്ബോൾ ആരാധകനാണെന്ന് തോന്നുന്നു, കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ മാറ്റുമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ മാറ്റും സാർ, പക്ഷേ ഈ ലൈറ്റൊക്കെ ഇടുമ്പം പിന്നെ മത്സ്യത്തിനൊക്കെ കടന്നു പോകേണ്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, ഒരു മാസം മത്സ്യം നോക്കി പോയിക്കോളല്ലോ എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കും. ഇപ്പോഴും ഞാൻ അതിലൊരു ഫൈനൽ ഓർഡർ വന്നിട്ടില്ല. ശ്രീ PR വേഴ്സസ് പിന്നെ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്താൽ മതി. അതിനൊരു പറയാം. അപ്പം എന്നോട് പറഞ്ഞത്, അപ്പം അവർക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തു, ഒരു കയറിൻ്റെ ഒരു കഷ്ണവും ഒരു മുള്ളാണി പോലും ഇവിടെ വീഴരുത്, ഇമ്മീഡിയറ്റ്ലി ഫൈനൽ കഴിഞ്ഞ ഉടനെ അത് മാറ്റണം എന്ന് പറയാം. അത് ഓർത്തിരിക്കുന്നു ഇവരെന്നുള്ളതിൻ്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രസീൽ അർജന്റീന ഈ ലോകകപ്പിൻ്റെ വാർത്ത എന്ത് ഏഷ്യാനെറ്റിലോ ഇതിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോലും അതിനടിയിൽ ഞാൻ നോക്കാറില്ല. എന്നെ മെൻഷൻ ചെയ്ത് വരുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതാണ് പുല്ലാവൂർ പുഴയിൽ ഇപ്പം ഫ്ലോട്ടിംഗ് മറ്റേ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വിട്ടുപിടിച്ചോ ഈ കേസ് കഴിഞ്ഞിട്ട്. അപ്പം ഒരു വലിയ സമൂഹം പരാതി കൊടുത്ത ആളെയും പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ഓർത്തിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പരാതി കൊടുത്തങ്ങ് പോവാണല്ലോ എന്നുള്ളത് ഓർത്തിരിക്കും. ഇയാൾ അതിശക്തനായിട്ട് എന്ത് ചെയ്യും, വലിയ സ്ട്രീമിങ്ങും ഇതിനേക്കാൾ വലിയ ഗ്യാങ്ങുമായിട്ട് വീണ്ടും വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പം അടിസ്ഥാനപരമായിട്ട് തൊപ്പി മാറുന്നതിന് മുമ്പ് മാറേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹമാണ്. ഓരോ വീട്ടിലും ചെറിയ മക്കളുള്ളതാണ്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ്, പിന്നെ പിള്ളേരുടെ ഇവർക്കുള്ളത്, ടീനേജേഴ്സാണ് ഉള്ളത്. അപ്പം അടിസ്ഥാനപരമായിട്ട് തൊപ്പിയേക്കാൾ മുമ്പ് ഈ മനോഭാവം മൊത്തം മാറ്റേണ്ടത് നമ്മുടെ പൊതുസമൂഹമാണ്. അവർ വിചാരിച്ചാൽ തന്നെ നാളെ ഇത്തരത്തിൽ തൊപ്പിമാർക്ക് ഉള്ളൊരു സ്പേസ് ഇവിടെ ഇല്ലാതെയാകും. അതിനുള്ളൊരു സാധ്യത, അതിനുള്ളൊരു സാഹചര്യമെങ്കിലും ഈ പരാതിയും ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇഷ്യൂവും അതിലേക്കെങ്കിലും കൊണ്ടുചെന്ന് എത്തിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പ്രത്യാശിക്കാനുള്ളതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ സാർ, സാറിൻ്റെ നിയമ പോരാട്ടങ്ങളൊക്കെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനൊരു മാറ്റം ഉണ്ടാവാൻ കാരണമാകട്ടെ. ഈ ഒരു കേസാണെങ്കിൽ പോലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരട്ടെ, അതിലൂടെ സമൂഹത്തിനൊരു പാഠം ആവട്ടെ, അതിൽ ഒരുപാട് ആൾക്കാർക്ക് മാറി ചിന്തിക്കാൻ ഒരു അവസരമാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു കേസിനെ പറ്റിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഗ്യാങ് വാർ എന്നതിനപ്പുറം ഇത് പൊതുസമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങളോടൊപ്പം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയതിന് ഒരുപാട് നന്ദി കൂടി അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു.